നമസ്കാരം. ഇറാന്റെ പ്രതികാരം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ഖത്തറിനെയും അതോടൊപ്പം തന്നെ ഈജിപ്തിനെയും മുൻനിർത്തി തിരക്കിട്ട അനുനയ ചർച്ചയാണ് അമേരിക്ക ഇപ്പോൾ നടത്തി വരുന്നത്. ഇറാനുമായിട്ടും അതോടൊപ്പം തന്നെ അമേരിക്കയുമായും അടുപ്പമുള്ള രാജ്യമെന്ന നിലയ്ക്കാണ് ഖത്തറിനെ മധ്യസ്ഥനാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ അത് അമേരിക്ക ഇറാൻ യുദ്ധമായിട്ട് മാറുമെന്ന യാഥാർത്ഥ്യവും അമേരിക്ക നിലവിൽ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്ക ഈ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടാൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും തയ്യാറാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയിലും വലിയ രീതിയിലുള്ള നാശമായിരിക്കും വിതയ്ക്കുക. ഒടുവിൽ അതൊരു ലോകമഹായുദ്ധമായിട്ട് മാറാനും സാധ്യതയുണ്ട്. സകല രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി വരുന്ന അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ പിന്നെ അതിൽ നിന്നും ഒരിക്കലും കരകയറാനായിട്ട് കഴിയുകയില്ല. ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ളത് റഷ്യയ്ക്കാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള ആണവ മിസൈൽ ഉള്ളത് റഷ്യയ്ക്ക് തന്നെയാണ്. സാത്താൻ എന്ന് വിളിക്കുന്ന ഈ ആധുനിക ആണവ മിസൈലിൻ്റെ നവീകരിച്ച പതിപ്പും അടുത്തയിടെ തന്നെ റഷ്യ പുറത്തിറക്കിയിട്ടുണ്ട്. ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് സാത്താൻ 2. അതായത് പുറത്തു വരുന്നത് പ്രകാരം മറ്റു രാജ്യങ്ങളോട് കളിക്കുന്ന രീതിയിൽ റഷ്യയോടെ മുട്ടാൻ ചെന്നാൽ അവിടെ അമേരിക്കയാണ് വിവരമറിയുക. ആയുധ ശക്തിയിലും സമ്പത്തിലും എല്ലാം തന്നെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും അമേരിക്ക ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആ രാജ്യത്തെ ചാമ്പലാക്കാനായിട്ട് റഷ്യയ്ക്ക് കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള നിരവധി മിസൈലുകൾ റഷ്യയുടെ പക്കലുണ്ട്. യുക്രൈനുമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഒരു യുദ്ധമായിട്ട് റഷ്യ ഇതുവരെ പ്രഖ്യാപിക്കാതിരിക്കുന്നതും വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ജപ്പാനിൽ ആണവ ബോംബിട്ട് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ അമേരിക്കയുടെ ക്രൂര മനസ്സല്ല റഷ്യയ്ക്കുള്ളത്. മനുഷ്യജീവൻ പൊലിയുന്നത് പരമാവധി ഒഴിവാക്കാനാണ് അവർ മാരകശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനിൽ ഉപയോഗിക്കാതിരുന്നത്. യുദ്ധമുഖങ്ങളിൽ ഒരു രാജ്യവും പാലിക്കാത്ത ഒരു സംയമനമാണിത്. യഥാർത്ഥത്തിൽ യുക്രൈനിൽ റഷ്യ പോരാടുന്നത് യുക്രൈൻ സൈന്യത്തോടല്ല, അമേരിക്കയോടും അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷികളോടും തന്നെയാണ്. കാരണം ഈ രാജ്യങ്ങൾ നൽകിയ ആധുനിക ആയുധങ്ങളാണ് റഷ്യക്കെതിരെ യുക്രൈനിൽ സൈന്യം ഉപയോഗിക്കുന്നത്. അമേരിക്ക ജപ്പാനിൽ കാണിച്ചതിൻ്റെ ചെറിയൊരു അംശം യുക്രൈനിൽ റഷ്യ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ രാജ്യം തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. റഷ്യ പൂർണ്ണമായ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കയോട് തന്നെയായിരിക്കും. കാരണം അത്രയ്ക്കും പക റഷ്യയ്ക്ക് അമേരിക്കയോടുണ്ട്. ലോകത്തെ തന്നെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നത് അവരുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ആയുധ സാമ്പത്തിക താല്പര്യം മുൻനിർത്തി തന്നെയാണ്. ലോകത്തെ നമ്പർ 1 ശക്തി എന്ന പദവി മാറുന്ന ലോകക്രമത്തിൽ കൈവിട്ടു പോകുമോ എന്ന ഒരു ഭയം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഏഷ്യൻ രാജ്യങ്ങളും റഷ്യൻ ചേരിയും കരുത്താർജിക്കുന്നത് തന്നെയാണ്. പരസ്പരം ശത്രുക്കളാണെങ്കിലും ചൈനയും ഇന്ത്യയും റഷ്യയുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ശക്തികൾ റഷ്യയോട് കാണിക്കുന്ന ഈ അടുപ്പമാണ് അമേരിക്കൻ ചേരി ഏർപ്പെടുത്തിയ ഉപരോധത്തെ അതിനെ അതിജീവിക്കാനായിട്ട് റഷ്യയ്ക്ക് തന്നെ കരുത്തായി മാറിയത്. അതുപോലെ തന്നെ യുദ്ധത്തെ ഭയക്കാത്ത ഇറാനും ഉത്തര കൊറിയയും റഷ്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മാറി നിന്നാൽ പോലും റഷ്യ അമേരിക്ക പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ചൈനയും അതോടൊപ്പം തന്നെ ഉത്തര കൊറിയയും ഇറാനും എന്തായാലും റഷ്യയ്ക്ക് ഒപ്പം യുദ്ധമുഖത്ത് ഉണ്ടാകും. യുദ്ധസാധ്യത തെളിഞ്ഞാൽ ആദ്യം അമേരിക്കയിൽ ബോംബിടുന്നതും റഷ്യ തന്നെയായിരിക്കും. കാരണം പുതിയ കാലത്ത് ആകാശമാർഗം നടത്തുന്ന ആദ്യ കനത്ത ആക്രമണമാണ് യുദ്ധമുഖത്തെ മേധാവിത്വം നൽകുക. സർവനാശം വിതയ്ക്കാനായിട്ട് ശേഷിയുള്ള ബോംബുകൾ അത് അമേരിക്ക ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യത്ത് വർഷിച്ചാൽ അതോടെ തീരുന്ന അഹങ്കാരമേ അമേരിക്കയ്ക്കുള്ളൂ. ഉത്തര കൊറിയ അവരുടെ ആണവ മിസൈല് അമേരിക്കയ്ക്ക് അഭിമുഖമായിട്ട് തിരിച്ചു വെച്ചപ്പോൾ പേടിച്ചരണ്ട് ഉത്തര കൊറിയൻ പ്രസിഡന്റുമായിട്ട് ചർച്ചയ്ക്ക് ഓടിയിരുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്. ട്രംപിൻ്റെ ആ കാലം ഈ ഘട്ടത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ റഷ്യൻ ചേരിയെ അമേരിക്ക ഭയക്കുക തന്നെ വേണം. ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കി ഇന്ത്യക്ക് തന്നെ തലവേദന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിലും അമേരിക്കൻ ചാരസംഘടനയുടെ ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സംശയിക്കാനുള്ള കാരണങ്ങൾ നിരവധിയുണ്ട്.
ശ്രീലങ്കയിൽ നടന്ന കലാപത്തിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് പുറമെ നേപ്പാൾ, മാലിദ്വീപ് രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് അധികാരത്തിലുള്ളത്. പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാനെ പുറത്താക്കി അവിടെ കൂടുതൽ കുഴപ്പമുണ്ടാക്കി. ഇന്ത്യ അതിർത്തിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയതിൽ പോലും അമേരിക്കയുടെ ഇടപെടൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുന്നതല്ല. അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധരെ പ്രതിഷ്ഠിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ചാരസംഘടനയുടെ ബുദ്ധി തന്നെയാണിത്. ഇതേ ബുദ്ധി തന്നെയാണ് റഷ്യയുടെ അയൽ രാജ്യമായിട്ടുള്ള യുക്രൈനിലും അമേരിക്ക ഇപ്പോൾ പയറ്റിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിന് കാരണമുണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ്. നാറ്റോയിൽ ചേരാനായിട്ട് യുക്രൈനെ അമേരിക്ക ക്ഷണിച്ചത് തന്നെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാനാണ്. റഷ്യയ്ക്ക് അഭിമുഖമായിട്ട് യുക്രൈൻ അതിർത്തിയിൽ അമേരിക്കൻ മിസൈലുകൾ വിന്യസിക്കാനുള്ള ബുദ്ധിയായിരുന്നു അത്. ഈ നീക്കം തകർക്കാനാണ് റഷ്യ യുക്രൈനിൽ സൈനിക നടപടിക്ക് നിർബന്ധിതമായിരുന്നത്. ഹമാസ് രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് കൊലപ്പെടുത്തിയതിന് പിന്നിലും അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ബുദ്ധി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ മേഖലയിൽ സംഘർഷം നിലനിൽക്കേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ്. ശത്രു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുവാനായിട്ടുള്ള ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ട് യുക്രൈന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി റഷ്യൻ അതിർത്തിയിലും ഇപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്ന പ്രകോപനമാണിത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രഖ്യാപിത ആണവ രാജ്യമല്ലെങ്കിലും ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സഹി കെട്ടാൽ ആദ്യം ഇറാൻ അത് പ്രയോഗിക്കാൻ പോകുന്നത് അമേരിക്കയിലേക്കായിരിക്കും. ഇസ്രായേലിനെ മുൻനിർത്തി സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അമേരിക്കയാണെന്ന റിപ്പോർട്ട് റഷ്യയും ഇറാന് ഇതിനോടൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമവായിട്ടുള്ള ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈ എടുത്തിരിക്കുന്നത്. ഖത്തറിനും ഈജിപ്തിനും മേലുള്ള സമ്മർദ്ദവും അതിൻ്റെ ഭാഗമാണ്. പലസ്തീൻ വിഷയത്തിലുള്ള ഒത്തുതീർപ്പ് ആ ചർച്ച വേഗത്തിലാക്കി മേഖലയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനുള്ള ശ്രമം നടക്കുന്നതും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്ക ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസിന് എല്ലാ സഹായവും നൽകുന്നത് ഇറാൻ ആയതിനാൽ തന്നെ ഒത്തുതീർപ്പ് ശ്രമങ്ങളെ സംബന്ധിച്ച് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിനെ പ്രഹരിച്ച ശേഷം മാത്രം ചർച്ചയുടെ കാര്യം പരിഗണിച്ചാൽ മതിയെന്ന നിലപാടാണ് പലസ്തീനികൾക്കുള്ളത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഓഗസ്റ്റ് 9 വരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 40,000-ഓളം പലസ്തീനികളാണ്. 100,000-ഓളം പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. എന്നിട്ട് പോലും തിരിച്ചടിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ച നിലപാടാണ് അവിടുത്തെ ജനത പിന്തുടരുന്നത്. ഇനി അഥവാ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ സംഭവിച്ചാൽ പോലും അത് ഇറാന്റെ പ്രതികാരത്തെ സ്വാധീനിക്കുകയില്ല. ഇറാന്റെ മണ്ണിൽ കയറി ഹമാസ് നേതാവിനെ കൊന്നതിൽ തിരിച്ചടിക്കാതെ ഒരു രാജ്യമെന്ന നിലയിൽ ഇറാന് മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല. ഇതിനിടെ ഏത് നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനാൽ തന്നെ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ പോലും ഇപ്പോൾ വ്യാപകമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ലബനനും ചേർന്നുള്ള സംയുക്ത ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടക്കാൻ പോകുന്നത്. തിരിച്ചടിക്കാൻ അമേരിക്ക ഇടപെട്ടാലാണ് ഇവിടെ കളി മാറുക. കാരണം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇടപെടാൻ പോകുന്നതും അപ്പോൾ മാത്രമായിരിക്കും. അതോടെ സംഭവിക്കാൻ പോകുന്നത് ലോകം തന്നെ നിന്ന് കത്താൻ പോകുന്ന രീതിയായിരിക്കും. ഒരു 3ാം ലോക മഹായുദ്ധം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ തന്നെ അമേരിക്കയായിട്ട് അതിന് അവസരം ഉണ്ടാക്കരുതെന്നാണ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെ. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ അഭിപ്രായക്കാരാണ്. അവരത് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിലെയും സർക്കാരുകൾ മാറിയതും അമേരിക്കയുടെ ഇഷ്ട ഗവൺമെൻറ്റുകൾ വീണതുമെല്ലാം തന്നെ ഈ രാജ്യങ്ങളിലെ നിലപാടുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രബലരായിട്ടുള്ള സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണ് യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടിയാൽ അമേരിക്ക ഇനി അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. അതിപ്പോൾ ഏതാണ്ട് വ്യക്തവുമാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.